മല്ലൂനേസ് ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രെയിൻ യാത്രകൾ ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ആരും സ്കിപ്പ് അടിച്ച് പോകാതെ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. 297 രൂപയ്ക്ക് AC ഡോർമെട്രിയിൽ ഒരു ദിവസം ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ബുക്ക് ചെയ്യുന്നതും അതുപോലെ അവിടുത്തെ സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്നും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിന് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തിരുവനന്തപുരം നിസാമുദ്ദീൻ ട്രെയിനിലായിരുന്നു. അപ്പോൾ നിസാമുദ്ദീൻ റിട്ടയറിംഗ് റൂം അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ സോഴ്സ് സ്റ്റേഷൻ ന്യൂഡൽഹി വെച്ച് അങ്ങനെയാണ് ന്യൂഡൽഹിയിൽ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്തത്. ഞാൻ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം നിസാമുദ്ദീനിൽ നിന്ന് തന്നെ മെട്രോ പിടിച്ച് ഇവിടെ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതായിരുന്നു. എനിക്ക് മെട്രോയ്ക്ക് 30 രൂപയാണ് ചിലവായത്. അല്ലാതെ നമ്മൾ ഓട്ടോയിലോ അല്ലെങ്കിൽ കാറോ യൂബറോ എന്ത് പിടിച്ചു വന്നാലും ഒരു 150-200 രൂപ മിനിമം കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ മെട്രോ പിടിച്ചു വന്നത്. അപ്പോൾ നിങ്ങൾ യാത്രയിൽ ന്യൂഡൽഹിയിൽ വന്നു കഴിഞ്ഞാൽ മാക്സിമം മെട്രോ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യമായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വരുന്നവരാണെങ്കിൽ പല ഈ കൂലികളായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെ പറ്റിക്കാൻ സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് ചോദിക്കും ഇങ്ങനെ ഈ റിട്ടയറിംഗ് റൂം എവിടെയാണെന്നൊക്കെ. അപ്പോൾ അവർ ചിലപ്പോൾ സ്ഥലം പറയും. പക്ഷേ സ്ഥലം പറഞ്ഞിട്ട് ഇത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ സ്ഥലം പറയും, പക്ഷേ അവർ പറയും സ്റ്റെപ്പിൽ കയറി പോകണം, അതുകൊണ്ട് നമ്മളെടുത്ത് വെച്ച് തരാം 150 രൂപ അല്ലെങ്കിൽ 100 രൂപ ആകത്തുള്ളൂ എന്നൊക്കെ പറയും. പക്ഷേ സത്യത്തിൽ അവിടെ ലിഫ്റ്റുണ്ട്. നമ്മൾ അത് അറിയാതെ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. എന്നോടാണെങ്കിൽ ഞാൻ ഒരാളിനോട് ചോദിച്ചപ്പോഴത്തേക്കും പുള്ളി അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ ഈ സ്റ്റെപ്പിൽ മുഴുവനും എൻ്റെ ബാഗും ട്രോളിയും എല്ലാം കൊണ്ട് കയറിയതിന് ശേഷം അവിടെ കൊണ്ടുവച്ച് എല്ലാം വച്ച് പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഞാൻ കണ്ടത് അവിടെ ഒരു ലിഫ്റ്റുള്ള കാര്യം. അങ്ങനെ നമ്മൾ പല രീതിയിലും പറ്റിക്കപ്പെടാനും അവിടെ ഒരുപാട് ചാൻസസ് ഉണ്ട്. ഇനി നമുക്ക് ആദ്യം എങ്ങനെയാണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഇത് നമ്മൾ PNR നമ്പർ വെച്ചിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഡോർമെട്രി ബുക്ക് ചെയ്ത സമയത്ത് 24 അവേഴ്സിലേക്കാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ 297 രൂപയാണ് എല്ലാ ടാക്സും എല്ലാം ഉൾപ്പെടെ എനിക്ക് ചിലവായത്. അപ്പോൾ 24 മണിക്കൂർ ഉപയോഗിക്കാൻ എനിക്ക് ഈ ഡോർമെട്രി എനിക്ക് പറ്റി. പക്ഷേ ഞാൻ ബുക്ക് ചെയ്ത സമയത്ത് ജനറൽ ഡോർമെട്രിയാണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ജനറൽ ഡോർമെട്രി എന്ന് പറയുമ്പോഴത്തേക്കും ജെൻസും ലേഡീസും ഉള്ളതാണ്. അപ്പോൾ ബെഡെല്ലാം ഒരു ഡോർമെട്രിയിൽ അടുത്തടുത്തായിരിക്കും. മീൻസ് 6-12 ബെഡുകളും ഉണ്ടായിരുന്നു. അതിൽ ആൾക്കാർ എന്താ പറയുക, അവർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് ബെഡ് അവിടെയാണ് കിടക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കാം. പക്ഷേ ടോയ്ലറ്റ് മാത്രം ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പക്ഷേ കിടക്കുന്നതെല്ലാം ഒരു ഹോളിലായിട്ടാണ് എല്ലാവരും കിടക്കേണ്ടത്. ഞാനവിടെ പോയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ബെഡാണ്. ബെഡും സംവിധാനങ്ങളൊക്കെ കൊള്ളാം. ഒരു ലോക്കർ അവൈലബിളാണ്. പിന്നെ ബ്ലാങ്കറ്റ് അവർ തരുന്നുണ്ട്. പിന്നെ ഏവറേജാണ് ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം. കാരണം റെനോവേഷനൊന്നും നടന്നിട്ടില്ല. പഴയ പാണ്ഡവൻ്റെ കാലത്തുള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ മാത്രമേ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. എന്നാലും ഇത്രയും രൂപയ്ക്ക് നമുക്ക് ഇവിടെ കിടക്കാൻ പറ്റുന്ന വലിയൊരു കാര്യമാണ്. നമ്മൾ പുറത്തൊക്കെ ഒരു AC റൂമിന് മിനിമം സിംഗിൾ റൂം AC കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. കിട്ടിയാൽ തന്നെ ഒരു 1000 രൂപ മിനിമം എന്തായാലും ആവും. അപ്പോൾ ആ സ്ഥാനത്ത് നമുക്ക് 297 രൂപ എന്ന് പറയുന്നത് അതൊരു വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളിനി യാത്രകൾ പോകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്താ പറയുക, ട്രെയിൻ യാത്രയാണ് പോകുന്നുണ്ടെങ്കിൽ റിട്ടയറിംഗ് റൂം ആദ്യം സജസ്റ്റ് ചെയ്യുക. അതിൽ റൂമുണ്ടെങ്കിൽ അത് മാക്സിമം ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും AC ഉണ്ട്, നോൺ AC ഉണ്ട്. നോൺ AC ആകുമ്പോഴത്തേക്കും ഈ ബുക്ക് ചെയ്യുന്നതിൻ്റെ പകുതി പൈസയേ വരുന്നുള്ളൂ. അപ്പോൾ എല്ലാ സ്റ്റേഷനിലും ഇത് അവൈലബിളും അല്ല. റേറ്റിലും വ്യത്യാസമുണ്ട് ഓരോ സ്റ്റേഷനിലും. അപ്പോൾ നമ്മൾ PNR നമ്പർ വെച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കറിയാം നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അത് ബുക്ക് ചെയ്യണം. എന്തുകൊണ്ടും ഏറ്റവും
യാത്രക്കാർക്ക് ഉപകാരം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ IRCTC റിട്ടയറിംഗ് റൂമിൻ്റെ സംവിധാനമുള്ളത്. റിട്ടയറിംഗ് റൂമിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക.